ഓണം എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ പോകുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ ക്വസ്റ്റ്യൻ പഠിക്കാതെ എക്സാം ഹാളിൽ കയറരുത് എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ പഠിച്ചേ പറ്റൂ. എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കണം. ഓരോ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായി ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനും ആൻസറും ഞാൻ 2 സ്ലൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ആദ്യം ക്വസ്റ്റ്യൻ പറയും, അതിന് തൊട്ടടുത്ത സ്ലൈഡിൽ തന്നെ ആൻസറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. റെഡിയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദ ഡിറ്റർമിൻ മോളിക്കുലർ മാസ് ഓഫ് പോളിമേഴ്സ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് പ്രിഫേർഡ്. പോളിമേഴ്സിന്റെയും പ്രോട്ടീൻസിന്റെയും മോളാർ മാസ് കാണാൻ ഏറ്റവും നല്ല മെത്തേഡ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡാണ്. എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പോളിമേഴ്സിന്റെയും പ്രോട്ടീൻസിന്റെയും മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് തന്നെയാണ്. ബിക്കോസ് റൂം ടെമ്പറേച്ചറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാ? ഓസ്മോട്ടിക് പ്രഷർ ആണ്. അതുപോലെ തന്നെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് കമ്പാരിറ്റീവ്ലി ഹൈ ആയിട്ടുള്ളതും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏത് തന്നെയാ? ഓസ്മോട്ടിക് പ്രഷർ തന്നെയാണ്. കിട്ടുന്ന ആൻസർ മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും, അതുകൊണ്ട് എറർ കുറവായിരിക്കും. അപ്പൊ കാൽക്കുലേഷൻ ഈസി ആവുക ഏതിൽ മാത്രമാണ്? ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡിലാണ്. ആൻസർ നമ്മൾ തൊട്ടടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. പോളിമേഴ്സിന്റെയും പ്രോട്ടീൻസിന്റെയും മോളാർ മാസ് കാണാൻ ഏറ്റവും നല്ല മെത്തേഡ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ആണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ്? റൂം ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും മാഗ്നിറ്റ്യൂഡ് കൂടുതലുള്ളതും ഏത് തന്നെയാ? ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് തന്നെയാണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് രണ്ടാമത്തത്, ഇൻ ഇൻട്രാവേനസ് ഇഞ്ചക്ഷൻ only solution with osmotic pressure equal to that of 0.9% NaCl solution is used. നമ്മുടെ ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഏത് സാധനത്തിന്റെയും കോൺസെൻട്രേഷൻ 0.9% NaCl സൊല്യൂഷന് തുല്യമായിരിക്കണം എന്നാ പറയുന്നത്. എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ബ്ലഡിലേക്ക് വെള്ളം ഇഞ്ചക്ട് ചെയ്യാൻ പറ്റില്ല. മക്കൾക്ക് വെള്ളം എടുത്ത് ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റില്ല. ബ്ലഡ് സെല്ല് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഏത് സാധനവും ഇറ്റ് ഷുഡ് ബി ഐസോട്ടോണിക് വിത്ത് ബ്ലഡ്. ബ്ലഡുമായിട്ട് ഐസോട്ടോണിക് ആയിരിക്കണം. ബ്ലഡിന്റെ അതേ കോൺസെൻട്രേഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ ബ്ലഡ് സെല്ല് ഷ്രിങ്ക് ചെയ്യും, അല്ലെങ്കിൽ സ്വെല്ലും. ബ്ലഡ് സെല്ല് പൊട്ടിപ്പോവാറുണ്ട്. നിങ്ങൾ കുറേ നേരം കടൽ വെള്ളത്തിൽ കുളിച്ചാൽ നിങ്ങളുടെ ബോഡി ഡ്രൈ ആവാറില്ലേ? നിങ്ങളുടെ ബ്ലഡിലുള്ള വാട്ടർ എങ്ങോട്ട് പോവുക? സീ വാട്ടറിലേക്ക് പോവുകയാണ് ത്രൂ ഓസ്മോസിസ്. നമ്മൾ കുറേ നേരം അലക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈ ഷ്രിങ്ക് ആവാറില്ലേ? എന്തുകൊണ്ടാ? ഓസ്മോസ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഏത് സാധനവും മക്കൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഷുഡ് ബി ഐസോട്ടോണിക് വിത്ത് ബ്ലഡ്. 0.9% NaCl സൊല്യൂഷന് തുല്യമായിട്ടുള്ള സാധനം മാത്രമേ ഇഞ്ചക്ട് ചെയ്യാൻ പാടുള്ളൂ. അതർവൈസ് ബ്ലഡ് സെൽ വിൽ ഷ്രിങ്ക് ഓർ സെൽ. ബ്ലഡ് സെൽ ഷ്രിങ്ക് ചെയ്യും, അല്ലെങ്കിൽ സ്വെല്ല് ചെയ്യും, ബ്ലഡ് സെല്ല് പൊട്ടിപ്പോകുന്നു. ക്ലിയർ അല്ലേ? യെസ് ആണ്. ആൻസർ ഇതാ കൊടുത്തിട്ടുണ്ട്. വ്യക്തമായിട്ട് ആൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യാ? റെഡി അല്ലേ? 0.9% ആണെന്നൊക്കെ വ്യക്തമായി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കണം. വാട്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഈസ് ഷോൺ ബൈ മിക്സർ ഓഫ് ക്ലോറോഫോം ആൻഡ് അസറ്റോൺ? ഗീവ് റീസൺ. ക്ലോറോഫോമും അസറ്റോണും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക? എന്താണ് അതിന്റെ റീസൺ എന്നാ ചോദിച്ചത്. മക്കൾ നോക്കുക, ഇതാണ് ക്ലോറോഫോം. ഇതാണ് ക്ലോറോഫോമിന്റെ ഫോർമുല CHCl3. ഇതാണ് ക്ലോറോഫോമിന്റെ ഫോർമുല CHCl3. ഇതാണ് അസറ്റോണിന്റെ ഫോർമുല COCH3CH3. ഇതാണ് അസറ്റോണിന്റെ ഫോർമുല. ക്ലോറോഫോമും അസറ്റോണും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക എന്ന ക്വസ്റ്റ്യൻ. ക്ലോറോഫോമും അസറ്റോണും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറോഫോമും അസറ്റോണും തമ്മിൽ ഒരു ബൈൻഡിങ് വരും. എന്ത് വഴി? ഹൈഡ്രജൻ ബോണ്ട് വഴി. അപ്പൊ മോളിക്യൂളിന് വേപ്പർ ആവാനുള്ള ടെൻഡൻസി കുറയുന്നു. ക്ലോറോഫോമും അസറ്റോണും തമ്മിൽ ഒരു ബൈൻഡിങ് വന്നാൽ മോളിക്യൂളിന് വേപ്പറായി പോകാനുള്ള ടെൻഡൻസി കുറയുന്നു. മോളിക്യൂളിന് വേപ്പറായി പോകാനുള്ള ടെൻഡൻസി കുറഞ്ഞാൽ വേപ്പർ പ്രഷർ കുറയുമെന്ന് മക്കൾക്കറിയാം. ക്ലിയർ അല്ലേ? സോ ക്ലോറോഫോമും അസറ്റോണും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക എന്ന് വെച്ചാൽ നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക. എന്തല്ല? പോസിറ്റീവ് ഡീവിയേഷൻ അല്ല. അവർക്ക് വേപ്പറായി പോകാനുള്ള ടെൻഡൻസി കുറയുമെന്നാ പറയുന്നത്. കിട്ടിയില്ലേ? അപ്പൊ ക്ലോറോഫോമും അസറ്റോണും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക? നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക. ബിക്കോസ് ദേ ഫോം ഹൈഡ്രജൻ ബോണ്ട്. ഗിവൺ സോൾവെന്റിൽ അവരെന്ത് ഫോം ചെയ്യും? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഡിക്രീസ് ചെയ്യുമെന്ന്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. യെസ്. അടുത്തത്, എക്സ്പ്ലെയിൻ ഡി-ബെ-ഹാക്കൽ ഓൺസാഗറിക്കേഷൻ. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെയും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെയും ഡൈലൂട്ട് ചെയ്താൽ, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റുകളെയും സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളെയും ഡൈലൂട്ട് ചെയ്താൽ മോളാർ കണ്ടക്ടിവിറ്റിയിൽ ഉണ്ടാവുന്ന വേരിയേഷൻ.
മോളാർ കണ്ടക്ടിവിറ്റി കൂടുവോ, മോളാർ കണ്ടക്ടിവിറ്റി കുറയോ എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഡി-ബെഹാക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. ഇതാണ് ഡി-ബെഹാക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. ലാംഡ എം സി ഈക്വൽ ടു ലാംഡ എം സീറോ മൈനസ് ബി റൂട്ട് സി അല്ലെങ്കിൽ എ റൂട്ട് സി എന്നൊക്കെ പറയാം. ബി ഇസ് ഡി-ബെഹാക്കൽ-ഓൺസാഗർ കോൺസ്റ്റന്റ്. ക്ലിയർ ആണ്. അപ്പൊ എന്താണ് ഡി-ബെഹാക്കൽ-ഓൺസാഗർ ഇക്വേഷൻ? വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി ഇൻ ദ കേസ് ഓഫ് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഓൺ ഡയലൂഷൻ. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റുകളെയും സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളെയും ഡൈല്യൂട്ട് ചെയ്താൽ മോളാർ കണ്ടക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഡി-ബെഹാക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. ലാംഡ എം സി ഈക്വൽ ടു ലാംഡ എം സീറോ മൈനസ് ബി റൂട്ട് സി എന്നുള്ളതാണ് ഡി-ബെഹാക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. ലാംഡ എം സി എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ. ലാംഡ എം സീറോ എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് സീറോ കോൺസെൻട്രേഷൻ. ബി എന്ന് പറഞ്ഞാൽ ഡി-ബെഹാക്കൽ-ഓൺസാഗർ കോൺസ്റ്റന്റ്. റൂട്ട് സി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ ആണ്. ആൻസർ കൊടുത്തിട്ടുണ്ട്. യെസ്. അടുത്തത് നോക്കിയോ. From the position of element in electrochemical series, copper can displace silver from silver nitrate. Can copper can displace silver nitrate solution? Silver na displace ചെയ്യാൻ കോപ്പറിന് പറ്റുമെന്ന്. Can copper can displace silver from silver nitrate solution? ഒരിക്കലും പറ്റില്ല. കാരണം കോപ്പറിന്റെ പൊസിഷൻ നോക്കിക്കോ. റിയാക്ഷൻ ഇതാ ചാപ്പ എന്നത് ചാപ്പ CHAPA ചാപ്പ. റെഡി. ചാപ്പ എന്ന് പറഞ്ഞാൽ കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. മക്കളെ മനസ്സിലാക്കുക, ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ടോപ്പിലാണ് ഇയാളുള്ളത്. സോ ഇയാൾ മോർ റിയാക്റ്റീവ് ആണ്. സിൽവർ ലെസ് റിയാക്റ്റീവ് ആണ്. ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ താഴെയാണ് വരുന്നത്. സിൽവർ ലെസ് റിയാക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിന് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ സാൾട്ട് നിന്നും ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ പറ്റുമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? കോപ്പർ സൾഫേറ്റിലേക്ക് ഒരു അയേണിന്റെ പീസ് ഇട്ട് കഴിഞ്ഞാൽ കോപ്പർ മാറി അവിടെ അയേൺ വന്ന് നിൽക്കും. കാരണം അയേൺ മോർ റിയാക്റ്റീവ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കോപ്പർ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് ഇട്ടാൽ സിൽവർ മാറിയിട്ട് അവിടെ ആര് വന്ന് നിൽക്കും? കോപ്പർ വന്ന് നിൽക്കും. കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ്. ഇങ്ങനെ പഠിച്ചാൽ മതി. ഒറ്റ ആൻസർ ചെയ്താ കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ബിക്കോസ് കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ. ആൻസർ ഇനഫ്. അത് മതി ആൻസർ. Copper can displace silver from silver nitrate solution എന്നാണ് ക്വസ്റ്റ്യൻ. കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ, സോ സിൽവർ ക്യാൻ ഡിസ്പ്ലേസ്. കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ചേഞ്ച് ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സൊല്യൂഷൻ വിത്ത് ഡയലൂഷൻ. ഒരു സൊല്യൂഷനെ ഡയലൂട്ട് ചെയ്താൽ അതിൻ്റെ കണ്ടക്ടിവിറ്റിയിലും മോളാർ കണ്ടക്ടിവിറ്റിയിലും എന്ത് വേരിയേഷൻ ആണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സൊല്യൂഷനെ ഡൈല്യൂട്ട് ചെയ്യുന്ന കേസിൽ നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നും രണ്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. നിങ്ങൾക്കറിയാം വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആർ പാർഷ്യലി അയോണൈസ്ഡ് ആണെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആർ കംപ്ലീറ്റ്ലി അയോണൈസ്ഡ് ഇൻ ഗിവൺ സോൾവെന്റ് ആണ് അല്ലേ? അപ്പോൾ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെ ഡൈല്യൂട്ട് ചെയ്താൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടും. ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ഡൈല്യൂട്ട് ചെയ്താൽ മോളാർ കണ്ടക്ടിവിറ്റിയും കൂടും. അപ്പോൾ ചോദ്യം ഇതാണ്, ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെയും വീക്ക് ഇലക്ട്രോലൈറ്റിനെയും ഡൈല്യൂട്ട് ചെയ്താൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടുമോ എന്ന് വെച്ചാൽ രണ്ടുപേരുടെയും മോളാർ കണ്ടക്ടിവിറ്റി കൂടും. പക്ഷേ രണ്ടും രണ്ട് റീസൺ ആണ്. വീക്ക് ഇലക്ട്രോലൈറ്റിനെ ഡൈല്യൂട്ട് ചെയ്താൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടാൻ കാരണം അവരുടെ ഡിഗ്രി ഓഫ് അയോണൈസേഷൻ ആണെങ്കിൽ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ മോളാർ കണ്ടക്ടിവിറ്റി കൂടാൻ കാരണം സ്പീഡ് ഓഫ് അയോൺ. 2 പോയിന്റ് എഴുതി വെക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളെയും വീക്ക് ഇലക്ട്രോലൈറ്റിനെയും ഡൈല്യൂട്ട് ചെയ്താൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടുമോ കുറയുമോ എന്നുള്ളതാണ്. രണ്ടുപേരുടെയും മോളാർ കണ്ടക്ടിവിറ്റി കൂടും. വീക്ക് ഇലക്ട്രോലൈറ്റിനത് കൂടാൻ കാരണം ഒറ്റ പോയിന്റ് ഓർമ്മിക്കുക, ഡിഗ്രി ഓഫ് അയോണൈസേഷൻ ഇൻക്രീസസ്. ഇനി സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനത് കൂടാൻ കാരണം സ്പീഡ് ഓഫ് അയോൺ ഇൻക്രീസസ്. 2 പോയിന്റ് മാത്രമേ നിങ്ങൾ ഓർമ്മിക്കേണ്ടൂ 2 മാർക്ക് കിട്ടാൻ. റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ആൻസർ ഇതിലുണ്ട് മക്കൾക്ക്. ആൻസർ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ലൈഡിലും ഞാൻ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, write the anode and cathode reaction occur in the operation of lead storage battery. Mention the electrolyte used in lead storage battery. ഏറ്റവും വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഓട്ടോമൊബൈൽ ബാറ്ററി ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണ്. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മളെ ഏതിൻ്റെ ഇൻവെർട്ടർ ബാറ്ററി ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണ്. അപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബാറ്ററി ആണിത് ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് പറഞ്ഞാൽ.
അല്ലെ? നമുക്ക് ഫെമിലിയർ ആണ് ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററി. അപ്പൊ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ 38% സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ ആണ്. 38% by mass sulfuric acid solution is the electrolyte used in lead storage battery. ഇനി ആനോഡ് കാഥോഡ് റിയാക്ഷൻ എങ്ങനെയാണ് എഴുതാന്ന് പറഞ്ഞാൽ, ആനോഡ് റിയാക്ഷൻ എഴുതുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കുക, ആനോഡ് റിയാക്ഷന്റെ കേസിൽ ലെഡ് എന്തായി മാറും? ആനോഡിൽ ലെഡ്, ഇങ്ങനെ ഓർമ്മിക്കുക, ആനോഡിൽ ലെഡ് സൾഫേറ്റ് ആയി മാറുമെന്ന് ഓർമ്മിക്കാം. അപ്പം ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ ആനോഡ് റിയാക്ഷൻ എന്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി, ആനോഡിൽ ലെഡ് എന്തായി മാറി? ലെഡ് ബിക്കം ലെഡ് സൾഫേറ്റ്. നിങ്ങൾക്കറിയാം ലെഡ് സൾഫേറ്റ് ആയി മാറണമെങ്കിൽ സൾഫേറ്റ് അയോണിനെ എന്ത് ചെയ്യണം? ഗെയിൻ ചെയ്യണം. സോ SO4 2- ഗെയിൻ ചെയ്യുന്നു. SO4 2- ബൈ ദ ലോസ് ഓഫ് 2 ഇലക്ട്രോൺ. റൈറ്റ്, ക്ലിയർ അല്ലേ? അപ്പൊ ആനോഡ് റിയാക്ഷൻ സിമ്പിൾ ആണ്. ലെഡ് ബിക്കം ലെഡ് സൾഫേറ്റ് ബൈ ദ ലോസ് ഓഫ് 2 ഇലക്ട്രോൺ ബൈ ഗെയിനിങ് സൾഫേറ്റ് അയോൺ ഫ്രം സൊല്യൂഷൻ. ക്ലിയർ അല്ലേ? യെസ്, കാഥോഡ് റിയാക്ഷനിലേക്ക് നമ്മൾ പോവാണ്. കാഥോഡ് റിയാക്ഷന്റെ കേസിലാണെങ്കിൽ കാഥോഡ് ലെഡ് ഡയോക്സൈഡ് ആണ്. ലെഡ് ഡയോക്സൈഡ് അഗെയിൻ ബിക്കം ലെഡ് സൾഫേറ്റ്. ലെഡ് ഡയോക്സൈഡ് എന്തായി മാറി? ലെഡ് സൾഫേറ്റ് ആയി മാറും. ലെഡ് ഡയോക്സൈഡിന് ലെഡ് സൾഫേറ്റ് ആയി മാറണമെങ്കിൽ വീണ്ടും ആരെ വേണം? സൾഫേറ്റ് അയോണിനെ വേണം. സൾഫേറ്റ് അയോൺ ഇവിടെയും വേണം. ക്ലിയർ അല്ലേ? സൾഫേറ്റ് അയോൺ വീണ്ടും വേണം. പക്ഷേ ലെഡ് സൾഫേറ്റ് ആയി മാറി. അപ്പം റിമൈനിങ് പാർട്ട് ആരാളുള്ളത്? റിമൈനിങ്ങിൽ ഇവിടെ ആര് വരുന്നുണ്ട്? 2 ഓക്സിജൻ വരുന്നുണ്ട് എന്ന് ഓർമ്മിക്കുക. 2 ഓക്സിജൻ. ക്ലിയർ അല്ലേ? ലെഡ് സൾഫേറ്റ് ആയി മാറി. ലെഡ് സൾഫേറ്റ് ആയി മാറുന്ന സമയത്ത് 2 ഇലക്ട്രോൺ അത് ഗെയിൻ ചെയ്തു. ഓക്കെ, ലെഡ് സൾഫേറ്റ് ആയി മാറുന്ന സമയത്ത് 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. ബാക്കി ആരുണ്ട്? 2 ഓക്സിജൻ ബാക്കിയുണ്ട്. 2 ഓക്സിജന് 4 വാട്ടർ ഉണ്ടാക്കാൻ പറ്റും. ഫോർ ഇറ്റ് കമ്പൈൻഡ് വിത്ത് 4H+ അയോൺ ഫോം 2 വാട്ടർ മോളിക്യൂൾ. റൈറ്റ്, ഇതാണ് ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ H+ അയോൺ എവിടെ നിന്ന് കിട്ടിയെന്നല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് 38% സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ ബൈ മാസ് ആണെന്ന് ഓർമ്മിക്കുക. സോ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും ക്ലിയർ അല്ലേ? ആനോഡ് റിയാക്ഷൻ ക്ലിയർ ആണ്, കാഥോഡ് റിയാക്ഷൻ ക്ലിയർ ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഡിഫൈൻ മോളാർ കണ്ടക്ടിവിറ്റി. Simple. Conductivity of 1 molar solution. Conductivity of 1 molar solution is known as, or conductivity of solution containing 1 mole electrolyte is known as molar conductivity, and equation is lambda m is equal to 1000 K by molarity. 1000 K by molarity. Right? Next question. Yes. ഇവിടെ ഓർഡർ 0 ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, 3 റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. 0 ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, 3 റിയാക്ഷന്റെയും നമ്മൾ യൂണിറ്റ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ക്ലിയർ അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കുക, 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ മോൾ ലിറ്റർ റേസ് ടു -1 ആൻഡ് സെക്കൻഡ് റേസ് ടു -1 ആണ്. ക്ലിയർ ആണ്? അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലേക്ക് പോകുന്ന സെക്കൻഡ് ഇൻവേഴ്സ് ആയി മാറി, ആൻഡ് ഫസ്റ്റ് ഓർഡറിലേക്ക് പോകുന്ന സെക്കൻഡ് റേസ് ടു -1 ആയി മാറി, സെക്കൻഡ് ഓർഡറിലേക്ക് പോകുന്ന മോൾ റേസ് ടു -1 ലിറ്റർ സെക്കൻഡ് റേസ് ടു -1 ആയി മാറി. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിരിക്കുന്നു. എക്സാം ഹാളിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഈ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി എക്സാം ഹാളിൽ കടക്കാൻ മറക്കരുത്. നാളെയും മറ്റന്നാളുമായിട്ട് ഏകണ്ട +2 ചാനൽ കണ്ടിന്യൂസ് ലൈവ് ആണ്. എല്ലാ ലൈവ് ക്ലാസ്സുകൾക്കും മക്കൾ എന്ത് ചെയ്യുക? കറക്റ്റ് സമയത്ത് എത്തിച്ചേരും. ഓക്കെ, ബൈ.